ഇവിടെ ലോസ്റ്റ് പോലെയും ഫ്രം പോലെയൊക്കെ ഒരു പുതിയൊരു സീരീസ് ആപ്പിൾ ടി വി പ്ലസോട് വന്നിട്ടുണ്ട്. വിഡോസ് പേ നല്ല കിടിലൻ സീരീസാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഫ്രമ്മിൻ്റെ പുതിയ സീസൺ നമ്മുടെ സീസൺ 4 ഒക്കെ എനിക്ക് ഭയങ്കര ലാഗായിട്ടാണ് തോന്നിയത്. ഇനീഷ്യലി ഉണ്ടായിരുന്ന ആ ഒരു ഹൈ ഉണ്ടല്ലോ, ആദ്യത്തെ 2, 3 സീസണുകളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സാധനം ഒരു പിന്നെ ഇങ്ങനെ വലിപ്പിക്കുന്ന പോലെ ഒരു എങ്ങോട്ടോ കഥ കൊണ്ടുപോകുന്നു. ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷനും തരുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് എനിക്ക് 4th സീസൺ കണ്ടപ്പോൾ തോന്നുന്നത്. ഭയങ്കര ലാഗും. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഫസ്റ്റ് ഫ്രമൊക്കെ കാണില്ലേ, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ലോസ്റ്റൊക്കെ കാണില്ലേ, അതേപോലെ തന്നെ ഒരു ഐലൻഡും അല്ലെങ്കിൽ ഒരു ടൗണും അതിൻ്റെ ഉള്ളിലുള്ള കുറേ ആൾക്കാർ അവർക്ക് അതിന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. ആ ഐലൻഡിൽ കുറേ മിസ്റ്ററീസ് ഉണ്ട് എന്നുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ലോസ്റ്റിനും ഫ്രമ്മിനൊക്കെ കണ്ടിട്ടുള്ളത്. അതേ മോഡിലുള്ള സാധനമാണ്. ഞാനപ്പോൾ ആദ്യം വിചാരിച്ചത് ഇത് റിപ്പീറ്റബിളി അതേ സാധനം തന്നെയാണ് കാണാൻ പോകുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. ഇതിൽ ഒരു പ്രോപ്പർലി ഒരു കോമഡി പ്ലസ് ഒരു ഹൊറർ എല്ലാ എലമെൻറ്റ്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഒരു ബ്ലാക്ക് കോമഡി ഒന്നുമല്ല, ജസ്റ്റ് ഹ്യൂമർ അതിൻ്റെ ഇടയിൽ കൂടെ കയറി വരുന്നുണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ കൂടുതലായിട്ട് ഒരു ഹൊററാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ല വൃത്തിക്ക് ഇവർ ചെയ്തിട്ടുണ്ട്. ഒരു ക്വാളിറ്റി കണ്ടൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സംഭവത്തിലുള്ള ഒരു ഐലൻഡ് ഉണ്ട് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ അടുത്തുള്ള വിഡോസ് ബേ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലുള്ള ഒരു പുതിയ മേയർ അവിടേക്ക് ടൂറിസം നടത്താനാണ്, അല്ലെങ്കിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നു. അവിടെ കുറേ ആൾക്കാർ വരണം, എന്നാൽ മാത്രമേ ഐലൻഡ് ഒന്ന് പച്ച പിടിക്കുള്ളൂ, അവിടെയുള്ള ആൾക്കാരുടെ ലൈഫ് ഒന്ന് മാറുള്ളൂ. അതിന് വേണ്ടിയിട്ട് മൂപ്പർ ചെയ്തു കൂട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഐലൻഡിനകത്ത് കുറേ മിസ്റ്ററീസ് ഉണ്ട്. ഈ കുറേ കാര്യങ്ങൾ ഈ ഐലൻഡ് ചെയ്യാൻ വിടില്ല. സോ എന്താണ് ഐലൻഡിൽ ബാക്കിലുള്ള മിസ്റ്ററീസ്, അവിടെ എന്തൊക്കെയാണ് ഈ ഹൊറർ അനുഭവങ്ങൾ ബാക്കി നമ്മളെ കാത്തിരിക്കുന്നത്, അതിൽ നിന്നൊക്കെ ഈ ഒരു ക്യാരക്ടറും അവിടെ ഉള്ളവരൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമുക്ക് കാണിച്ചു തരാം. ആൻഡ് കുറേ കുറേ ഹിസ്റ്ററി ഉണ്ട്. ആ ഒരു ഐലൻഡിന് കുറേ ഒരു പാസ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ കഥ പോകുമ്പോഴാണ് കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നത്. ആൻഡ് ഇപ്പോൾ ഫ്രമ്മിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ ചോദ്യങ്ങൾ മാത്രം ഇങ്ങനെ റിപ്പീറ്റബിളി വരുന്ന സമയത്ത് ഉത്തരങ്ങൾ നമുക്ക് കിട്ടാത്ത സമയത്ത് നമുക്കൊരു മാതിരി ഒരു എന്താ അവർ കാണിക്കണമെന്ന് തോന്നില്ല. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിൽ അപ്പം തന്നെ ഉത്തരമുണ്ട്. നമ്മളൊരു ചോദ്യം വെച്ചാൽ അപ്പം തന്നെ അതിനുള്ള ഉത്തരം അപ്പം തന്നെ കിട്ടും. ഇപ്പോൾ എന്താണ് ഇതിനുള്ള പുറകുള്ള രഹസ്യം എന്നുള്ളതൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങൾ റിവീൽ ചെയ്ത് വന്നു. ഇനി ഇവർക്ക് വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ ബാക്കിലോട്ട് പോയിട്ടും ഇനി ഫ്യൂച്ചർ കാണിച്ചിട്ടൊക്കെ വേണമെങ്കിൽ കുറേ സ്ഥലങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നല്ലൊരു പ്ലോട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ആപ്പിൾ ടി വി ആണ്, അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി പറയേണ്ട ആവശ്യമൊന്നുമല്ലോ, നല്ല കിടിലും ക്വാളിറ്റിയാണ് അവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് നല്ല കാസ്റ്റിങ്ങും ആണ്. സോ മൊത്തത്തിൽ സൗണ്ട് ഡിസൈനും അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റിങ്ങും അധികം ക്യാരക്ടറൊന്നുമില്ല. ആ ടൗണിലുള്ള കുറേ ഇപ്പോൾ ടൂറിസ്റ്റുകളായിട്ട് കുറേ പേരും അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ അവരുടെ ഇപ്പോൾ എന്താ പറയുക, അവരുടെ ഇമോഷണൽ സ്റ്റോറീസൊക്കെ ഒരു പരിധി വരെ അവർ കാണിച്ചിട്ടുള്ളതെങ്കിലും കഥയിലേക്കാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിങ്ങനെ വെറുതെ അനാവശ്യമായിട്ടുള്ള ബാക്ക് സ്റ്റോറീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു മിസ്റ്ററി അത് റിവീൽ ചെയ്ത് വരിക എന്നുള്ളതാണ് ഇവർ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവർ കാണിക്കുന്നുമുണ്ട്. സോ ഒരു ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർ ത്രില്ലറല്ല, ഒരു പ്രോപ്പർ ഹൊററല്ല, അതിൻ്റെ ഇടയിൽ കൂടി ഹ്യൂമറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ അനുഭവം തരുന്നൊരു സീരീസാണ് വിഡോസ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഐ തിങ്ക് ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്ന സമയത്ത് 7 or 8 എപ്പിസോഡുകൾ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഒരു 1, 2 എപ്പിസോഡും കൂടി റിലീസ് ചെയ്യാനുണ്ട് ഫിനാലേക്ക് വരെ. പക്ഷേ എനിക്ക് ഇതുവരെ കണ്ടത് വെച്ച് നല്ല കിടിലനായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്തത്. ഫിനാലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണും. ഇതിപ്പോൾ ഇനിയിപ്പോൾ ലിമിറ്റഡ് സീരീസ് ആയിട്ടാണോ, അത് ഇനി കണ്ടിന്യൂസ് സീസണുകൾ ഇനി വരാനുണ്ടോ എന്നൊന്നും അറിയില്ല. ഇത് കഴിഞ്ഞാലേ അറിയുള്ളൂ. ഒരു 10ാമത്തെ എപ്പിസോഡും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഇനി അടുത്ത സീസൺ ഒരു പൊട്ടൻഷ്യൽ ഇവർ വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയുള്ളൂ. പക്ഷേ സ്റ്റിൽ നല്ല പോക്കാണ്. ആപ്പിൾ ടി വി പ്ലസിൻ്റെ അറിയാലോ, ഒട്ടുമിക്ക എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് ഇവർ. അവരുടെ ഒരു 99% ഞാൻ കുറേ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം നല്ല കിടിലൻ സാധനങ്ങളാണ് അവർ ചെയ്യുക. അതിലേക്ക് ഒന്നും കൂടി വെക്കാൻ പറ്റുന്ന അടുത്തൊരു നല്ലൊരു കിടിലൻ സീരീസ്. ഈ സൈസ് സാധനം അവർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ആപ്പിൾ ടി വി പ്ലസ്സിൽ. ബാക്കി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ലോസ്റ്റ് ഫ്രമോ അങ്ങനത്തെ വേറെ കുറേ സീരീസുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതേ പ്രീമിയസ്, അത് ഇപ്പോൾ ലോസ്റ്റും ഫ്രമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റിയൊരു സാധനമാണ്. പക്ഷേ അതിൻ്റെ റിപ്പീറ്റേഷൻ അല്ല, ഒരു വെറൈറ്റി ടേക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടുനോക്കുക, നല്ല അടിപൊളി സീരീസാണ്. നല്ല ഒരു ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടുവരണമെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കമൻറ്റ് ചെയ്യാം.